ഹലോ കൂട്ടുകാരെ, കുഞ്ഞു സിനിമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ചെറിയ മത്തിയാട്ടോ കിട്ടിയത്. അപ്പം അങ്ങ് പീര വറ്റിക്കാൻ വിചാരിച്ചു. അങ്ങനെ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചു. പിന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞ് വെച്ചു. അരപ്പിനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി അതൊന്ന് ചതച്ചങ്ങെടുത്ത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു മിക്സിയിൽ. അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനകത്ത് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് കൂട്ടത്തിൽ തന്നെ അരപ്പും ചേർത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കറിക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇത് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം മീനൊന്ന് മുങ്ങി നിൽക്കുന്ന അതിന് ഒന്ന് ജസ്റ്റ് ഒന്ന് മീനെല്ലാം ഒന്ന് മുങ്ങി നിന്നാൽ മാത്രം മതി. അത്രയും വെള്ളവും വെച്ച് അരപ്പിനായിട്ട് വെള്ളവും വെച്ചിട്ട് അടുപ്പത്തേക്ക് മാറ്റി കേട്ടോ. അപ്പോൾ ഈ കൂടത്തിൽ തന്നെ അടുത്ത അടുപ്പിൽ തന്നെ രസം വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒഴിച്ചേറി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പം ചീനിച്ചെടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ പൊടിക്കായോ അല്ല കേട്ടോ, നമ്മൾ കായപ്പൊടിയല്ല കേട്ടോ, കട്ടക്കായവ. അതുകൊണ്ട് മൂപ്പ് ചതവിയും മാറ്റി. പിന്നെ ആ എണ്ണയിൽ തന്നെ കടുക് പൊട്ടിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കൂടെ ചതച്ചുകൊണ്ട് ചേർത്തു കേട്ടോ. അപ്പം മറ്റേ അടുപ്പിൽ കറി വേവുന്നുണ്ട്. ഇനി നമുക്ക് രസവും കൂടെ ആയാൽ മാത്രം മതി. അപ്പോൾ രസത്തിനുള്ള ഇതൊക്കെ നല്ലപോലെ മൂത്ത് വന്നു. പിന്നെ പൊടികൾ ചേർത്തു: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവപ്പൊടി, കുരുമുളക് പൊടി. അപ്പോൾ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് അറിയാം കേട്ടോ. പിന്നെ ഞാൻ വെക്കുന്ന രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പൊടികളൊക്കെ മൂത്തപ്പോൾ കുറച്ച് വാളം പുളി കുതിർത്ത് വെച്ചിരുന്നു കേട്ടോ. തക്കാളി ചേർക്കുന്നില്ല. അങ്ങനെ പുളിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് കായം മാറ്റി വെച്ചിട്ടില്ലേ, അപ്പോൾ കായവും കൂടെ ചേർത്ത് രസം അങ്ങ് റെഡിയാക്കി കേട്ടോ. ഒരുപാട് തിളപ്പിക്കത്തില്ല, ചെറിയൊരു തിള വരുമ്പോഴേ ഞാൻ എടുക്കും. അപ്പോൾ ഉച്ചയൂണിന് ഇതൊക്കെ കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് അവിയൽ വെച്ചായിരുന്നു, അപ്പോൾ അതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് എനിക്കിതൊക്കെയായിരുന്നു കേട്ടോ കറികൾ. ചോറ്, അവിയൽ കുറച്ച് എടുക്കുന്നുണ്ട്, എക്സ്ട്രാ എടുക്കുന്നുണ്ട്, നല്ലോണം എടുക്കുന്നുണ്ട്. അവിയലും പിന്നെ പീര പൊരിച്ചതും രസമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സലാഡ് ഉണ്ടാക്കി. സലാഡ് എന്ന് വെച്ചാൽ തൈരൊന്നും ഒഴിക്കാതെ നമ്മൾ പച്ചക്കറി വെച്ചിട്ടൊരു സലാഡ് കൂടെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ ചോറിൻ്റെ കൂടത്തിൽ വെക്കുന്നില്ല, വേറൊരു പാത്രത്തിൽ എടുക്കുക. അപ്പോൾ എൻ്റെ ഉച്ചയൂണ് ഇതൊക്കെയാണ് കേട്ടോ കറികൾ. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ നിങ്ങളിതുപോലെയാണോ രസവും പീര പറ്റിക്കുന്നത് വെക്കുന്നത്? ഒന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ ടാറ്റാ.